ഫ്രണ്ട്സ്, എൻ്റെ ചെടിക്കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിക്ചർ കാണുന്ന പോലെ നമ്മളിന്ന് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിശേഷമാണ് കേട്ടോ പറയുന്നത്. മുൻകാലങ്ങളിലൊന്നും ഈ ഫ്രൂട്ട് അങ്ങനെ നമ്മുടെ നാട്ടിൽ കുറവായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇത് കഴിച്ചത് ഏട്ട ഒരു തവണ ചൈനയിൽ പോയിട്ടുണ്ടായിരുന്നേ. ആകെ ഒരു വട്ടേ ചൈനയിൽ പോയിട്ടുള്ളൂ. അന്ന് വന്ന സമയത്താണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയുടെ ഭംഗിയൊക്കെ കണ്ടിട്ട് നല്ല ഒരു രസം തോന്നിയായിരുന്നു കേട്ടോ. ഒരു അത്ഭുതമോ ഒരു പ്രത്യേക ഫീലായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് അത് കഴിച്ചപ്പോൾ അതിൽ വെള്ളയായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വെള്ള ഉള്ള ആ മോഡലായിരുന്നു കിട്ടിയത്. അപ്പോൾ അത്ര ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. പിന്നെയാണ് നമ്മൾ വീട്ടിലൊക്കെ ഇത് പിടിപ്പിക്കുന്നുണ്ട് മനസ്സിലായിട്ട് നമ്മൾ ഒരു 3-4 തൈ പിടിപ്പിച്ചു. പക്ഷേ നമ്മുടെ ഇവിടെ ഉണ്ടായത് പിങ്കാണ് കേട്ടോ. ഉള്ളിൽ പിങ്കുള്ള നല്ല മധുരമുള്ള എന്തൊരു സ്വീറ്റ് അറിയോ. അപ്പോഴാണ് മനസ്സിലായത് ഇത് കാണുന്ന പോലെയല്ല, ഉള്ളിലും നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ആദ്യമായിട്ടാണോ ചാനൽ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ചെടിക്കൂട്ടുകാർക്ക് എല്ലാ ദിവസവും വീഡിയോ കാണാം കേട്ടോ. അപ്പം നമുക്കിന്ന് ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റി സംസാരിക്കാം. നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് കാക്ട്സ് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു കള്ളിച്ചെടി പോലെയുള്ള ഒരു ചെടിയാണിത്. ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണിത്. ഇത് മെക്സിക്കോ, സെൻട്രൽ അമേരിക്ക, തായ്ലൻഡ്, വിയറ്റ്നാം എന്നൊക്കെ തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഇപ്പം ഇന്ത്യയിൽ വ്യാപകമായിട്ടൊന്നും കൃഷി ചെയ്യുന്നില്ല. ഇത് സീസൺ അല്ലാത്ത സമയത്ത് വളരെ റീസണബിൾ പ്രൈസിൽ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. പണ്ടൊന്നും നമ്മുടെ ഈ കേരളത്തിലൊക്കെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ സീസൺ അല്ലാത്ത സമയത്ത് നിറയെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. നന്നായി കായ പിടിക്കും കേട്ടോ. എനിക്ക് ഒരു 10 എണ്ണമൊക്കെ കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നു. അതിൻ്റെ മുന്നേ 4 എണ്ണേ കിട്ടുള്ളൂ. ഈ വർഷവും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ കായ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ നിറങ്ങളുടെ വ്യത്യാസത്തിൽ തന്നെ ഇത് 2-3 ടൈപ്പിലുണ്ട്. മഞ്ഞ, റെഡ്, അങ്ങനെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഇതിലുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ. ചുവപ്പ് കളറിലും മഞ്ഞ കളറിലും ഒക്കെ ഇങ്ങനത്തേക്ക് ഈ ജോല പോലെയാണ് ഇതിൻ്റെ ഈ ഷേപ്പ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൽ നിറയെ വൈറ്റമിൻ സി, ഫൈബർ, മാഗ്നീഷ്യം, അമിനോ ആസിഡ്, ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഒരു ഹെൽത്തി ഫ്രൂട്ടാണ് കേട്ടോ. നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഒരു ഹൈയിലേക്ക് വരും. അപ്പോൾ നമുക്ക് പ്രതിരോധ ശേഷിയൊക്കെ കൂടും. പിന്നെ ഇതിൽ നിറയെ ഫൈബറും ആൻറ്റി ഓക്സിഡൻസും ഉള്ളത് കൊണ്ട് തന്നെ ഹൃദയാരോഗ്യമൊക്കെ കുറയ്ക്കാൻ വളരെ സഹായിക്കും. പിന്നെ നമ്മുടെ ചർമ്മത്തിന് വളരെ നല്ലതാണ് കേട്ടോ. റാഡിക്കൽസൊക്കെ നീക്കം ചെയ്ത് ചർമ്മം നല്ല തിളക്കമുള്ളതാക്കാൻ സഹായിക്കും. അപ്പം ഇതൊന്നും അറിയില്ലായിരുന്നെങ്കിൽ ഇത് എന്തായാലും വാങ്ങിക്കോളൂ കേട്ടോ. ഇനി റീസണബിൾ പ്രൈസിലൊക്കെ കിട്ടുമ്പോൾ പ്രമേഹ രോഗികൾക്ക് ഇത് ഉപകാരപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. പ്രമേഹം ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ ഫ്രൂട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിന് ഒരുപാട് വെള്ളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത്ര വെള്ളം ഇല്ലെങ്കിലും ഇത് നന്നായി വളരും. കാരണം ഒരു കള്ളിച്ചെടി മോഡൽ ഒരു പ്ലാന്റ് ആണല്ലോ. കാക്ട്സ് വിഭാഗത്തിൽപ്പെടുന്ന ആ വർഗത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. മിതമായ വെള്ളം മാത്രം മതി. പിന്നെ നല്ല അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഈ ചെടി നടേണ്ടത് കേട്ടോ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ടെറസിലൊക്കെ നടാൻ പറ്റിയ നല്ലൊരു ചെടിയാണ്. നമ്മൾ പാരപ്പറ്റിൻ്റെ താഴേട്ട് ഇങ്ങനെ തൂക്കിയിട്ടാൽ മതി. അങ്ങനെ തൂങ്ങി വരുമ്പോഴാണ് കേട്ടോ കൂടുതൽ പ്ലാന്റിൽ പൂക്കളും കായകളും ഉണ്ടായിട്ട് കാണുന്നത്. മുന്നേ നമ്മളിങ്ങനെ ടയറിലൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അധികം 1-2 കായൊക്കെ ഉണ്ടാവുമായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ഈ ടയറിലേക്ക് മാറ്റിയേരെയാണ് നമുക്കിത് കുറച്ചും കൂടി കായ ഉണ്ടാവാൻ തുടങ്ങിയത് കേട്ടോ. പിന്നെ മെയിനായിട്ട് വരുന്ന ഒരു ശാഖയിൽ നിന്ന് കുറേ ചെറിയ ചെറിയ ശാഖ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കൊടുത്തിട്ട് മെയിനായിട്ട് 1-2 ശാഖരെ നിലനിർത്തിയിട്ടാണ് കേട്ടോ നമ്മളിതിങ്ങനെ ടയറിലേക്ക് ആക്കി കൊടുക്കേണ്ടത്. പിന്നെ ഇത് നമുക്ക് നല്ല ഫ്രഷായിട്ട് ഫ്രൂട്ടായിട്ട് കഴിക്കുക, പിന്നെ സ്മൂത്തി ആയിട്ട് കഴിക്കുക, സാലഡിലും ഐസ്ക്രീമിലും ഒക്കെ ആഡ് ചെയ്ത് കഴിക്കുക. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. എല്ലാ തരത്തിലും കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ ഇത്. നല്ല അടിപൊളി ഒരു ഫ്രൂട്ടാണ്. ഇപ്പോൾ ഇന്ത്യയിലും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് വലിയ സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര്. ടെറസിലൊക്കെ നിറയെ ബാരലിലൊക്കെ വളർത്തിയിട്ട്
ആളുകൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് ഇറക്കുമതിക്ക് പകരമായി നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ളൊരിത് ഇന്ത്യയിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മിതമായ നിരക്കിലുള്ളൊരു നിക്ഷേപമേ ആവശ്യമുള്ളൂ, പക്ഷേ നല്ല രീതിയിലുള്ളൊരു വിളവ് അങ്ങനെ കിട്ടും. അതുകൊണ്ടാണിപ്പോൾ നല്ല രീതിയിൽ ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ നല്ല മനോഹരമായിട്ട് ഇത് വളർന്നു വരും കേട്ടോ. അപ്പോൾ നമ്മൾ അത്ര വലിയ കെയറൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഇത് നല്ല രീതിയിലുണ്ടാവും. വെള്ളം അധികം ആവശ്യമില്ല, എന്നാൽ നല്ല സൂര്യപ്രകാശം വേണ്ട. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു 6-8 മണിക്കൂറോളം സൂര്യപ്രകാശം വേണ്ട ഒരു ചെടിയാണിത്. പിന്നെ ഇത് പുതിയതായിട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ മണ്ണും മണലും മിക്സ് ചെയ്ത് ഒരു ചാണകപ്പൊടി, കമ്പോസ്റ്റ് അങ്ങനെ ഒരു ഇത് മതി കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ പോട്ട് മിക്സ് ഉള്ളത് അത് തന്നെ ധാരാളമാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ അങ്ങനെ ഒരുപാട് വെള്ളം ഒഴിക്കാതിരുന്നാൽ മതി. നിങ്ങൾ ഡ്രൈനേജ് ഹോൾ ഒന്ന് കൃത്യമായി നോക്കിയാൽ മതി. അങ്ങനെ ഒരു സാധാരണ ഒരു പൊട്ടി മിക്സിൻ്റെ ഇതിനാവശ്യമുള്ളൂ, അല്ലാതെ ഒരുപാട് വളങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷെ പിന്നീട് നമുക്ക് NPKയോ അതല്ലെങ്കിൽ എപ്സം സോൾട്ടോ അതല്ലെങ്കിൽ എല്ലുപൊടിയോ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന വളങ്ങൾ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. വളർന്ന് വന്നതിന് ശേഷം NPK ഒക്കെ കൊടുത്താലും മതി. പൂവൊക്കെ നല്ല രീതിയിൽ ഇടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ടയറിൽ കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഇത്രയും പൂക്കളൊക്കെ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ നടുകയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഓവർ വാട്ടറിങ് കൊടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ പിന്നെ ആവശ്യത്തിന് ഒരു 6 മാസമോ ഒരു 3 മാസമൊക്കെ കൂടുമ്പോൾ ചെറിയ രീതിയിൽ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കമ്പോസ്റ്റ്, കൗഡങ്ക് ഒക്കെ ഇടാം. പിന്നെ നമ്മൾ ആദ്യമായിട്ട് നടുമ്പോൾ വേണമെങ്കിൽ കുറച്ച് നീം കേക്ക് ഇട്ട് കൊടുക്കുക. അതാണൊന്ന് ശ്രദ്ധിക്കേണ്ടത്. 3 മാസത്തിലൊരിക്കൽ എന്തെങ്കിലും ഒരു NPK ഫെർട്ടിലൈസറോ എല്ലുപൊടിയോ ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ വെട്ടിക്കൊടുക്കണം കേട്ടോ. അനാവശ്യമായി ഇങ്ങനെ കുഞ്ഞി താഴേന്ന് ഇങ്ങനെ വരും, അതങ്ങ് വെട്ടിക്കൊടുത്തേക്കണം. മെയിനായിട്ട് 2-3 ശാഖകൾ ഇങ്ങനെ നിർത്തിയാൽ മതി കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ വലിയ രീതിയിലുള്ള കീടങ്ങളെ ഒരു പ്രശ്നം വന്ന് എനിക്ക് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ഒരുപാട് പച്ചക്കറിയുടെ നടുക്കൊക്കെ ഇത് നട്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കീടങ്ങളെ ആക്രമണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു നട്ട് കഴിഞ്ഞ് 1.5-2 വർഷത്തിനുള്ളിൽ നമുക്ക് സ്ഥിരമായിട്ട് ഫ്രൂട്ട്സൊക്കെ കിട്ടി തുടങ്ങാറുണ്ട്. ജൂൺ മുതൽ ഒരു ഒക്ടോബർ വരെയാണ് പ്രധാന ഇതിൻ്റെ സീസൺ കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ. ഇതിനുള്ളിൽ പിങ്ക് കളറിലുള്ള ഫ്രൂട്ടാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. എനിക്ക് കഴിച്ചിട്ട് വൈറ്റ് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. വൈറ്റിനൊരു വെള്ളം പുളി അങ്ങനെയാണോ പറയാറില്ല, അങ്ങനെ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. പക്ഷേ പിങ്ക് നല്ല മധുരമാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള ജ്യൂസും സ്മൂത്തിയൊക്കെ അടിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ സുഖമായിട്ട് നമുക്ക് വളർത്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ്. നിറയെ കായകളും ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റ്സിനോടൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് നട്ട് നോക്കുക കേട്ടോ. അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിറയെ ചെടികൾ പൂക്കളൊക്കെ ഉണ്ടാവാനുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ജമന്തി പൂക്കൾ റോസ് എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നിറയെ വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.